നമുക്കത് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരാളെ കിട്ടുന്നുണ്ട് കേട്ടോ. 2 കിലോ നോക്കുവാണേ. കിട്ടി നീർനായ ആടി എല്ലാം വെള്ളത്തിൽ ചാടി. എങ്ങനെ നേരെ ലൈവായിട്ട് മേടിക്കും കേട്ടോ. കണ്ടോ നമുക്ക് ആ പുഴയിൽ നിന്ന് ഒഴിവൊന്ന് കിട്ടിയ ഫാഷൻ കൂട്ടാ. പരിപാടി തുടങ്ങാൻ പോയിടാ, തീ പിടിപ്പിച്ചിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ കരിമീൻ വാഴയിൽ വെച്ച് പൊതിഞ്ഞിട്ട് വേണ്ട. പിന്നെ എല്ലാവരോടും പറയാൻ കേട്ടോ, നമ്മൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനിയാണ്, ഇത് ആരും അനുകരിക്കാൻ നിൽക്കരുത്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. നമുക്കിന്നൊരു വെറൈറ്റി ഒരു പരിപാടി ഒപ്പിച്ചാലോ. ആദ്യം നമുക്ക് മീൻ പിടിക്കാൻ പോവാം. ഇപ്പോൾ രാത്രി ആയില്ലേ, നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. എന്തായാലും നമ്മളോട് കുറേ പേര് നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം കേട്ടോ, നമുക്കത് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ചെറിയൊരു മഴയുണ്ട്, ആ മഴയൊന്ന് മാറ്റാം, എന്നിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോവേ. അതായിട്ട് ഞാൻ വഴിയെ പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, മഴയൊക്കെ ശകലം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം, നമ്മുടെ പരിപാടി നടത്താം. ഇത് എൻ്റെ വള്ളം കിടക്കാനാണ്. അതാണ് നമ്മുടെ ആയുധം. കരിമീൻ കോരാനുള്ള സാധനമുണ്ട്, കുത്തിപ്പിടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. വെള്ളം നല്ല തെളിവുണ്ട്. ചെറിയ മീനൊക്കെ കിടക്കണുണ്ട്, പരലും ചെറിയ മീനൊക്കെ. ചെറിയൊരു ചാറ്റ മഴയുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് പോവാം. നമുക്കത് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യത്തെ ഒരാളെ കിട്ടുന്നുണ്ട് കേട്ടോ. ചെറിയ കരിമീനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെറുതും വലുതും നോക്കുന്നില്ല, കാരണം നമ്മുടെ ഉദ്ദേശം വേറെ കേട്ടോ. അതെന്താ ഞാൻ വഴിയേ പറഞ്ഞുതരാവേ. ചെറിയൊരു മീൻ നിൽക്കണ്ട, ഉറക്കം തൂങ്ങിയ കേട്ടോ. മുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് മീനാണ് ഇത്. കണ്ടോ, നമ്മൾ എവിടെ പോയാലും ഇതുകൾ ഒരുപാട് കിളികൾ കാണും. രാത്രി മീനിന് പോകുമ്പോൾ കാണുന്നത് എല്ലാം കയറി ഇരിക്കുന്നത്. ഈ പുള്ളിനൊക്കെ മിക്കപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഇതല്ല ഈ പൊന്മാനൊക്കെ എടുക്കണം. അവിടെ ഇരുന്നിരുന്നു, ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇരുന്നോട്ടാ. അതിൻ്റെ അകത്ത് കരിമീൻ നിൽപ്പുണ്ട്. ഈ കാടിൻ്റെ അകത്തായറിനെ ഇച്ചിരി മുഴുത്തതാണ് ഇത് നിൽക്കണുണ്ടോ. കോരൽ നടക്കില്ല, കുത്തലും പാടാം. പരുത്തിക്കാടിനകത്തായറിനെ വലിയ പാടാ. നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ. കുത്തലും പറ്റിയല്ല, കോരലും പറ്റിയല്ല, എന്തെങ്കിലും പോട്ടെ. നമുക്കിത് കോരി നോക്കാം. ഈ കമ്പേലൊക്കെ കയറി ഉടക്കണതുകൊണ്ട് വല കയറി ഉടക്കും കമ്പേൽ. ഇങ്ങനെ എടുക്കാനേ ഇതിൻ്റെ ആകുമ്പോൾ ഞാൻ ഈ കാടിൻ്റെ അകത്ത് പെട്ട് നിൽക്കുവാണേ. നോക്കട്ടെ. വല ഉടക്കി. ഒടുക്കും ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നിന്ന തന്നെയല്ലേ. ഭാഗ്യം ഉണ്ടാക്കി കിട്ടുവേ, ഉറപ്പൊന്നുമില്ല കേട്ടോ. എൻ്റെ മനസ്സ് പറഞ്ഞാൽ കിട്ടിയാലെന്നാണ്. കിട്ടിയാല, അതെനിക്ക് ഉറപ്പുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല. വലക്കാത്തുണ്ട് കരിമീൻ, ഇതല്ല വലക്കാത്ത് കിടക്കണത്. പക്ഷേ അവനെ ഇത് വലക്കാത്ത് കിടക്കണ്ട, കരിമീൻ കിടക്കണ്ട വലക്കാത്ത്. പക്ഷെ അതെങ്ങനെ പൊക്കിയെടുക്കും അവൻ. അതിൻ്റെ അകത്ത് താന്ന ഒരു രക്ഷയില്ലേ. 2 കിലോ പൊക്കുവാണേ. കിട്ടി. ഇത് ഇങ്ങനെയാണ് കരിമീനെ കോരി എടുക്കണം കേട്ടോ, വലക്കാത്ത്. അയ്യോ, ഞാൻ നിൽക്കണ കാടിൻ്റെ അകത്താണ്, ഒരു രക്ഷയില്ല. ഇതിനെടുത്ത് വള്ളത്തിൽ ഇടട്ടെ കേട്ടോ. ഇവനെ ഇപ്പം നമുക്ക് കിട്ടി കേട്ടോ. കിടന്നു. ഇനി നമുക്ക് അടുത്ത ആളെ പിടിക്കാതെ. ചെറിയൊരു പണി കിട്ടാൻ സാധ്യത ഉണ്ടേ. ഞാൻ ടോർച്ച് കുത്തിയിട്ടില്ലായിരുന്നു, മണ്ടത്തരായിപ്പോയി. ചാർജ് കുറഞ്ഞു വന്നിട്ട് മിക്കവാറും നമ്മൾ ഈ 2 കരിമീനെ കൊണ്ട് ഒതുങ്ങേണ്ടി വരും. അത് കണ്ട നീർനായ ആടി എല്ലാം വെള്ളത്തിൽ ചാടി. വേണ്ട ചാടിപ്പോയി. വേണ്ട ഈ പണ്ട് വരുമ്പോൾ വന്ന് നിന്നാ. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പൊങ്ങുവേ. ലില്ലില് കണ്ട ആ കണ്ണ് തിളങ്ങണ്ട, ആ കണ്ണ് തിളങ്ങാൻ നീർനായ ചേട്ടാ. പോയി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ട് വരുമ്പോൾ കയറിയിരുന്നതാ. ഇവിടെ കയറുന്നതെല്ലാം പോയി. നമ്മൾ ഈ മീനിന് പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാറുണ്ട്. പോട്ടെ, നമുക്ക് നമ്മുടെ പരിപാടി നടത്താമല്ലോ. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുവേ, ഇവൻ ഈ രാത്രിയിൽ മാത്രം എന്നാ മീൻ പിടിക്കുന്നത് കാണിക്കുന്നത്, പകലത്തെ കാണിക്കാത്ത എന്നാന്ന് തോന്നുമായിരിക്കില്ലേ. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, രാത്രിയിലാണ് എനിക്ക് മീൻ പിടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പകൽ കിട്ടണേക്കാളും കൂടുതൽ രാത്രിയിൽ മീൻ കിട്ടും. അത് ഉറപ്പായിട്ട് കിട്ടും, എന്നാങ്കിലൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ രാത്രിയിലെ മീൻപിടുത്തം കാണിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് പോകുന്നത് വേറെ ഒരാളെ കൂടി കിട്ടി കേട്ടോ. ചെറുതിനെ കൂടി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് മൊത്തം 3 പേരെ കിട്ടിയിട്ടുള്ളൂ. എന്നാ വെച്ചാൽ ടോർച്ച് നമുക്കിട്ട് പണി തന്നു, ചാർജ് കുറഞ്ഞു പോയി. അത് കാരണം നമ്മൾ ഇവരെ കൊണ്ട് ഒതുങ്ങുവാണേ. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ തന്നെ വന്നു കേട്ടോ. ടോർച്ച് പണിയൊന്നും ആരും രക്ഷപ്പെട്ടില്ല. എന്തായാലും നമുക്കൊരു 3 പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 ചെറിയ കരിമീനാണ് കിട്ടിയേക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് രാവിലെ പറഞ്ഞു തരാവേ. ചെറിയൊരു സർപ്രൈസാണ്. എന്തായാലും കുറേ പേരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നിട്ട് രാവിലെ കേട്ടോ, നമുക്ക് രാവിലെ കുറച്ചുകൂടി പരിപാടിയുണ്ട്, നമുക്ക് കാണിച്ചു തരാം രാവിലെ. ഓക്കെ, ഹലോ, ഗുഡ് മോർണിംഗ് കേട്ടോ എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്കിപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുപ്പിയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോകും കേട്ടോ. സാധനം എന്ന് പറയുന്നത് വെറൈറ്റി സാധനമാണ്. വെറൈറ്റി ഒന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞങ്ങളുടെ രീതി നോക്കും വെറൈറ്റിയാണ് കേട്ടോ. ഫ്രഷ് ആയിട്ടൊരു സാധനം നമുക്ക് ഒരാൾ തരാമെന്ന് തൊട്ടുണ്ട്. നമ്മളിത് കുപ്പിയൊക്കെ ആയിട്ട് അത് മേടിക്കാൻ പോകും കേട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചില്ല എന്താണെന്നുള്ളത്. എൻ്റെ വണ്ടി കേട്ടോ, ഇച്ചിരി നല്ല പഴക്കമുള്ള വണ്ടിയാണ്. നമ്മൾ ആ വണ്ടിയിലാണ് പോകാൻ പോകാൻ. വെള്ളപ്പൊക്കത്തിന് മൊത്തം വണ്ടി ആ വെള്ളത്തിൽ കൂടിയൊക്കെ ഓടിച്ചു കയറാൻ അതിൻ്റെ സൗണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നെ കൂടി കേട്ട് കഴിയുമ്പോൾ വണ്ടി വലിക്കുമെന്നുള്ള കാര്യം ഉറപ്പൊന്നുമില്ല കേട്ടോ. അവിടെ വെള്ളം പോയി കിടന്നത്, ഈ റോഡൊക്കെ മൊത്തം മുങ്ങിപ്പോയി കിടന്നതല്ലേ. ഈ റോട്ടിൽ കൂടിയൊക്കെ നമ്മുടെ ഈ വണ്ടിയായിട്ട് ഓടിച്ചു കിടന്നത്. അത് കാരണം വണ്ടിയുടെ കാര്യം പോക്കായിരിക്കുക. എങ്കിലും അതുകൊണ്ട് അങ്ങ് പോവുകയാണ്. ലൈവ് നല്ല ഫ്രഷ് സാധനമാണേ. പോ അങ്ങനെ നമ്മൾ കുപ്പി കൊണ്ടുവന്നിട്ടാന്ന് മനസ്സിലായില്ലേ. ഇപ്പം കള്ള് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നല്ല ചെത്തിയ കള്ള്, നേരെ തെങ്ങിന് നേരെ ചെത്തി ഇറക്കണ കള്ള്, തന്നെ ഫ്രഷ് കള്ള് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി ഉണ്ടാകുന്നല്ലേ, അത് നമുക്ക് കാണിച്ചു തരാം. പോണ വഴി കാണിച്ചു തരാമേ. അതും ചെറിയൊരു സർപ്രൈസാണ്. ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറിയൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അതെ, നമ്മൾ ഇന്നലെ രാത്രി പിടിച്ച കരിമീനും ഇത് കണ്ട ചട്ടിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതേ രാവിലെ മേടിച്ച കള്ളൊക്കെ കേട്ടോ. വള്ളത്തിനകത്ത് നിറച്ചിട്ടുണ്ട് വിറകും ചൂട്ടൊക്കെ. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ കരിമീനൊക്കെ ദേ നമ്മുടെ ഈ വണ്ടിൻ്റെ സൈഡിൽ വെച്ച് നമ്മൾ പൊള്ളിക്കും. കരിമീൻ എന്നാ പറഞ്ഞത്, വാഴയിൽ വെച്ച് പൊള്ളിക്കാനുള്ള പരിപാടി കേട്ടോ. അത് നമ്മുടെ നാടൻ ചെത്തി ഇറക്കിയ പറ്റാൻ എന്താ പറയുക, നല്ല മധുരക്കുള്ള കൂട്ടിയുള്ള ഒരു പരിപാടിയാണ്, വെറൈറ്റി പരിപാടിയാണ്. അപ്പോൾ അത് കരക്കോട്ട് പോട്ടത് വള്ളത്തിലാണ്. ഉണ്ട് ഈ പുഴയിൽ കൂടി പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും. കഴിഞ്ഞ ദിവസം രാത്രി തേങ്ങ കിട്ടിയ പോലെ തന്നെ ഇതുണ്ട് ഒരു അടിപൊളി ഫാഷൻ പൂട്ടാണ്, ഒഴുകി വന്ന. നമുക്ക് അരക്കയിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി പണി കിട്ടി കേട്ടോ. മഴ പെയ്ത് വന്നാണ്ട്. അയ്യോ, അവിടെ നിന്ന് പെയ്ത് ഇങ്ങനെ വരുവാ. ഞങ്ങളിവിടെ വന്ന് കയറിയേക്കണം. അയ്യോ, പെയ്ത് നമ്മുടെ പ്ലാനൊക്കെ പൊളിയെന്ന് തോന്നുന്നു കേട്ടോ. മഴ പെയ്ത് വന്നാണ്ട്. നമ്മുടെ സാധനം എല്ലാം ചട്ടിയും കരിമീനും എല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മഴയാണ്. നമുക്ക് ആ പുഴയിൽ നിന്ന് ഒഴിവൊന്ന് കിട്ടിയ ഫാഷൻ ഫുഡാണ്. അതായത് നമ്മുടെ ഫാഷൻ ഫുഡ് നല്ല സൂപ്പർ മധുരം കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, ഈ കളറുള്ള ഫാഷൻ ഫുഡ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മുടെ ആ മഞ്ഞേനേക്കാൾ നല്ല ടേസ്റ്റ് ഇതാണ്. നല്ല മധുരമുണ്ട്. നോക്കിക്കാണ്ട് തിന്നോ. മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടി നടത്താം. കരിമീനെയൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കാനുണ്ട്. മഴ പെയ്യും നമുക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഒരു ചെറിയൊരു പടുതയും കൂടി എടുത്തോണ്ടാണ് പോകുന്നത്. ഇത് വേണ്ട, അത് കാരണം രക്ഷപ്പെട്ടു, നനയാതെ രക്ഷപ്പെട്ടു. നമ്മളിങ്ങോട്ട് പോകുന്നപ്പോഴേ നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. കാരണം നമ്മൾ ഇന്നലത്തെ മറ്റേ ചെമ്മീൻ കിട്ടുന്ന വലക്കാത്ത് കിട്ടില്ലേ, അതിന് കുറച്ച് ചെമ്മീൻ കിട്ടിയായിരുന്നു. ആ ചെമ്മീനും കൂടി എടുത്തിട്ടുണ്ട്. ചെമ്മീൻ എന്നാ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? ചെമ്മീൻ നമ്മൾ ചുട്ടെടുക്കും. വെറൈറ്റി പരിപാടി, പണ്ടത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചുട്ടെടുക്കാനുള്ള പരിപാടിയാണ്. നമുക്കൊരു ചെറിയ കമ്പ് വെട്ടിയെടുക്കണം. എന്നതിനറിയാം, അടുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു 3 പച്ച കമ്പ് വെട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ ഉണക്കാണെങ്കിൽ തീ പിടിച്ച് പോകും കമ്പിൽ. കാരണം പച്ച 3 കമ്പ് വെട്ടിയെടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ അടുപ്പ് തെറ്റി വേണ്ട, ഭയങ്കര മഴയാണ്. അത് കാരണം നമുക്ക് പണി കിട്ടിയിരിക്കുക. മതി എത്രയും വരും. ഇവിടെ കൂട്ടി ആ ചട്ടിയുടെ അളവിൽ തന്നെ അങ്ങ് ഇവിടെ കൂട്ടി ഇത്രയും പോയി. ഒരുപാട് അകലം വേണ്ടല്ലോ ചട്ടി. ആ ചട്ടിയുടെ ഇത് വെച്ചു. കാറ്റ് വേണ്ട, നല്ല തീറ് കാറ്റും മഴയാ.
തടിയില്ലാത്ത കാരണം വള്ളത്തിൻ്റെ വില്ലിൽ വെച്ചാട്ടോ കട്ടിക്കണം കരിമീന. ആ മഴയൊക്കെ അങ്ങ് മാറി കേട്ടോ, എന്നാ മഴയായിരുന്നു. മഴ മാറിയപ്പോൾ നമ്മുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. മീനാണല്ലോ. കരിമീൻ തേച്ച് വെളുപ്പിക്കും കേട്ടോ, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പരിപാടിയാണ്. ഒരുപാട് ഇതാക്കണമെന്നില്ല. ഇത്ര നേരം നല്ല മഴയായിരുന്നു പറയും, ഇപ്പോഴാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1-1.5 മണിക്കൂറെങ്കിലും മഴ പെയ്ത് കാണും കേട്ടോ. നല്ല കിടിലൻ മഴയായിരുന്നു. മഴേനേക്കാളും കൂടുതൽ കാറ്റായിരുന്നു കേട്ടോ. കാറ്റായിരുന്നു നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മളെല്ലാം റെഡിയാക്കുന്നത്. പക്ഷെ അത് റെഡിയായില്ലായിരുന്നു. ഈ കാറ്റൊന്നും മഴ മാറാതെ നമുക്ക് തീ കത്തിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മാറിയപ്പോഴേ നമ്മുടെ പരിപാടി തുടങ്ങിയിരിക്കുക. ഈ കരിമീനെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് പൊള്ളിക്കാൻ, വാഴയിൽ വെച്ച് പൊള്ളിക്കാനുള്ള പരിപാടി. നമ്മളിതേ നമ്മുടെ കരിമീനിൽ കൂട്ടാൻ പോണ കൂട്ടുകളെന്ന് പറഞ്ഞാൽ നാച്ചുറൽ കൂട്ടായിട്ടാണ്. മുളക് പൊടിയുണ്ട്, മഞ്ഞൾ പൊടി, പിന്നെ ഇതേ കുരുമുളക്, അത് ഇടിച്ച് പൊട്ടിക്കാനുണ്ട് കേട്ടോ. കുരുമുളക് സാധാ നമ്മുടെ നല്ല കുരുമുളക് തന്നെ. പിന്നെ സാധാ ഇതേ ഉപ്പ്, വെളുത്തുള്ളി അല്ലേ, വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഇടിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ വാഴയിൽ വെച്ച് പൊള്ളിക്കാനുള്ളത്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനുള്ള വെളുത്തുള്ളി കേട്ടോ. ചട്ടിക്കകത്ത് തന്നെ ഇട്ട് കേട്ടോ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇടിച്ച് ചതക്കണം. ഒരു പീസ് തെറിച്ച് പോയല്ലേ. നല്ല കുരുമുളക്, ഒരു വീട്ടിൽ തന്നെ കുരുമുളക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് കുരുമുളക് കുറേ ഞാനെടുത്ത് വെച്ചായിരുന്നു. കുരുമുളക് കേട്ടോ, നമ്മുടെ കുരുമുളക് ചട്ടിയിൽ തന്നെ ഇടിച്ച് പൊട്ടിക്കും കേട്ടോ. നമുക്ക് മസാല കൂട്ടാവേ. നമ്മളപ്പോൾ ഇപ്പോൾ ഇടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകുണ്ട്, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഉണ്ട്, മുളക്, ഉപ്പ് എല്ലാം ഉണ്ട്. മുളക് പൊടി ചേർത്ത് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി പതിയെ താത്തിയിട, കാറ്റടിക്കാറ് മൊത്തം പറന്നു പോരുത്. വെളുത്തുള്ളി ഇട്ട് നമുക്ക് ഉപ്പല്ലേ, അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി ചേർക്കണമെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പൊള്ളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നല്ലൊരു മണം കിട്ടുള്ളൂ. നല്ലൊരു മണമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. സാധാരണ ഞങ്ങളെല്ലാവരും ഇവിടെ ചെയ്യണത് ഇങ്ങനെ കേട്ടോ, നാടൻ രീതിയിൽ തന്നെ നമ്മൾ പൊള്ളിക്കുമ്പോൾ ഉള്ള ചെയ്യണതാണ്. പ്രത്യേകിച്ച് കൂട്ടുകളൊന്നും ഉണ്ടായില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾ പൊടി, പിന്നെ എന്നാലൊക്കെ എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് എണ്ണ കൂടി എന്തായാലും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും. കാരണം വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. കുറച്ച് എണ്ണ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണം. കുറച്ച് എണ്ണ ഒഴിച്ച് എന്തുപോലെ എല്ലാം റെഡിയാക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വാഴയില എടുക്കണം. വാഴയിലെടുത്ത് വാഴയിൽ നിന്ന് പുരിയണം കേട്ടോ. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോയില്ല, തീ പിടിപ്പിച്ചിട്ടുണ്ടേ. നമ്മുടെ കരിമീൻ പൊള്ളിക്കാനുള്ള വാഴയിൽ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. വാഴയിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പൊതിയുമ്പോഴേ അത് പൊട്ടിപ്പോവും. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കരിമീൻ പൊതിഞ്ഞെടുക്കാൻ പറ്റും. മഴയൊക്കെ മാറി നല്ല അന്തരീക്ഷമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇത്ര നേരം ആ മഴ പെയ്തപ്പോൾ എല്ലാം നമ്മുടെ പ്ലാനൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ. ഇതൊക്കെ ഞങ്ങളുടെ നെൽപ്പാടങ്ങളാണ് കേട്ടോ, കൃഷി ചെയ്യാനുള്ള. ഇപ്പോൾ കൃഷിയില്ല, കാരണം മഴയും വെള്ളമൊക്കെ കാരണം അവിടെ കൃഷിയൊന്നുമില്ല ഇപ്പോൾ. അതുപോലെ തന്നെ നേരെ അക്കരെ കണ്ട, അതും ഞങ്ങളുടെ പാടങ്ങളാണ് കേട്ടോ, നെൽപ്പാടങ്ങളൊക്കെയാണ് കൃഷി ചെയ്യാനുള്ളതാണ്. നേരത്തെ ഈ കാണുന്ന സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഏറുമാടം ഉണ്ടായിരുന്നു പണ്ട്. ഈ ആ കാണുന്ന 2 ആഞ്ഞിലി മരം കണ്ടോ, അതിൽ ഒരു വലിയ ആഞ്ഞിലുണ്ട്, അത് വെട്ടിക്കളഞ്ഞ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ. അത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ ആ മരം വെട്ടിയോടുകൂടി അതൊക്കെ എല്ലാം നശിച്ചു പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മൾ എന്താ പറയണ്ടേ, നമ്മുടെ പരീക്ഷ നടത്തുന്ന സ്ഥലം. ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൽക്കട്ടാണ് കേട്ടോ, ഈ സൈഡ് ഞങ്ങളുടെ ബണ്ടാണ്. എന്തായാലും കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം കയറാതിരിക്കാനുള്ള ബണ്ടാണ്. അപ്പോൾ ഞങ്ങളിത് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ കരിമീൻ എടുത്തിട്ട് നമ്മുടെ വാഴയിലൊക്കെ വെച്ച് പൊതിഞ്ഞെടുക്കണം കേട്ടോ. നേരത്തെ തിരിച്ച് വെക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ചാൽ മതിയല്ലേ? ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഒരു വാഴയുടെ തന്നെ നാരെടുത്തിട്ട്
ഇതൊന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കണം. കെട്ടി വെക്കണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ വിട്ടു പോകും. ചിലപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഈ ചട്ടിക്കകത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു പോകും. അത് കാരണം അങ്ങനെ കെട്ടി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ കരിമീൻ വാഴയിൽ വെച്ച് പൊതിഞ്ഞിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യാതിരുന്ന രക്ഷപ്പെട്ട്. ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെമ്മീൻ നമുക്ക് ചുട്ടെടുക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ വലയിൽ കിട്ടിയ ചെമ്മീനാ. കാല് കളയണ്ടാ, അതിൻ്റെ അതിന് കൊന്നിങ്ങെടുത്ത ചായ അവിടെ തന്നെ വെച്ചോ. നമുക്ക് എന്നിട്ട് ആ എന്താ കരിമീൻ അത് പൊള്ളിച്ച് കഴിഞ്ഞിട്ടേ തീക്കന്നെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കാം. അതിന് അടുത്ത് നമ്മളിതേ ചെമ്മീൻ ഈ കൂടത്തിൽ നിന്ന് ചുട്ടിങ് എടുക്കാവേ. തീക്കനകത്തിട്ട് ചുട്ടെടുക്കണം. ഞങ്ങൾ ഈ രാത്രി ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഈ കൊഞ്ചിനെയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ ഉള്ള പരിപാടിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി കഴിക്കാൻ ആഹാരം തീർന്നു പോകുമ്പോൾ ചെയ്യണ പരിപാടിയാണ്. അതിനകത്തുള്ള 1-2 കൊഞ്ചിനെയൊക്കെ എടുത്തിട്ട് ഇതുപോലെ തീ കൂട്ടിയിട്ട് അതിനകത്ത് ചുട്ടെടുക്കും. എന്നിട്ട് അതാണ് നമ്മൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ കഴിക്കണം കേട്ടോ. എന്താ ആ തീക്കനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് റെഡിയാക്കിയിട്ട് വേണം നമുക്കിങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മുടെ പരീക്ഷണം തീർന്നിരിക്കും കേട്ടോ. കരിമീൻ നമ്മൾ വാഴയിൽ പൊളിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെമ്മീനും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ ഒറ്റക്കൊന്നുമല്ല കേട്ടോ, എൻ്റെ കൂടത്തെ ഉള്ളത് ഇത് നിങ്ങൾക്ക് പരിചയം കാണുമല്ലോ. നമ്മുടെ കൂടത്തിൽ മീൻ ഒരു വള്ളം മീൻ നിറച്ച് പിടിച്ച ആൾ. പണ്ട് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, എൻ്റെ കൂട്ടുകാരൻ മീൻ എൻ്റെ വള്ളം നിറച്ച് മീൻ പിടിച്ചപ്പോൾ എനിക്ക് പാമ്പാ കിട്ടിയെന്ന് പറഞ്ഞു. അത് ഈ മഹാനാ കേട്ടോ വള്ളം നിറച്ച് മീൻ പിടിച്ചത്. അടുത്ത ആൾ നമ്മുടെ അനിയച്ചാരാണ് കേട്ടോ. എല്ലാത്തിലും ഉള്ളതാണ്. ഇത് കൂടാണ്ട് ഇവൻ എൻ്റെ കൂടത്തെ എല്ലാ പ്രാവശ്യവും കൂടത്തെ വണ്ടിയിലുള്ള. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ കള്ളം മേടിക്കാൻ പോയി ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ്. അപ്പോൾ അതായത് ഞങ്ങളെല്ലാവരും കൂടി ആയിട്ടാണ് നമ്മുടെ ഈ വെറൈറ്റി പരിപാടി ഇറക്കിയത്. ഇതാണ് ഞങ്ങളുടെ കൂടാരം. എന്താണ് നമുക്ക് നോക്കാം. കരിമീനൊക്കെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ. കരിമീൻ വാഴയിൽ പൊള്ളിച്ചത് കേട്ടോ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷണമാണ്. എല്ലാം മൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട് കേട്ടോ. ആഹാ വേണ്ട വെറൈറ്റി സാധനം. ഓ വാ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലപോലെ കാണുന്നത്. ഇനി അടുത്ത നമ്മുടെ ചെമ്മീൻ നോക്കട്ടെ. ഇതാ കരിമീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ചെമ്മീനാട്ടാ. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻസാണ് നമ്മൾ രാവിലെ നമ്മൾ തപ്പിയെടുത്ത സാധനം കേട്ടോ. ഇന്നത്തെ കുറച്ച് പ്രാണിയൊക്കെ ഉണ്ട്. പ്രാണി കളയാൻ നോക്കിയാൽ പണിയാണ്. ആണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചതും നല്ല ഫ്രഷ് കള്ള്, അതായത് ചെത്തി ഇറക്കിയ കള്ള. കാരണന്മാർക്കുള്ള കൊടുത്തില്ലെങ്കിൽ പ്രാക്ക് കിട്ടും. ആണതേ നമ്മുടെ കള്ളും കരിമീൻ പൊള്ളിച്ചതും പിന്നെ ചെമ്മീൻ ചുട്ടെടുത്തതാണ്. പിന്നെ എല്ലാവരോടും പറയാനുണ്ടോ, നമ്മൾ മദ്യപാന ആരോഗ്യത്തിന് ഹാനിയാണ്. ഇത് ആരും അനുകരിക്കാൻ നിൽക്കരുത്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ വൈബെല്ലാം കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരും അനുകരിക്കാൻ നിൽക്കരുത്. പിന്നെ വേണം ചെയ്യാം, ആരും രഹസ്യമായിട്ട് തന്നെ ചെയ്യണം, പരസ്യമാക്കാൻ നിൽക്കരുത്. പിന്നെ എല്ലാവരും ഇത് കാണിക്കണമെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് നോക്കട്ടെ. ഓ ഭയങ്കര മധുര. ഓ കരിമീൻ നോക്കട്ടെ. ആ സൂപ്പർ. ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ലപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ എന്താ പറയണ്ട, കുറേ പേരെന്നോട് ചോദിച്ചുകൊണ്ട് മാത്രം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മുടെ രാത്രിയിലെ മീൻപിടുത്തവും ഈ ചെത്തിയ കള്ള് എന്താ പറയുക നമ്മുടെ ചേട്ടൻ്റെ മേടിക്കുന്നതും കരിമീൻ പൊള്ളിക്കുന്നതും ഈ ചെമ്മീൻ ചുട്ട് തിന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ.